ദൈവവചനത്തിൽ വളരെ മനോഹരം. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ അതിൻ്റെ 8-ാം അധ്യായം അതിൻ്റെ 12-13 പറയാണ്, ഞാൻ മറ്റൊരാളുടെ മനസ്സാക്ഷിക്ക് വിപരീതമായി ഒരാൾക്ക് ഇറച്ചി തിന്നാം, എനിക്ക് ഇറച്ചി തിന്നുന്ന ഇഷ്ടമാണ്, അടുത്ത് ഇരിക്കുന്ന ആൾക്ക് ഇറച്ചി തിന്നുന്നത് ഇഷ്ടമല്ല. അല്ലെങ്കിൽ എവിടെയെങ്കിലും അർപ്പിച്ച കാര്യങ്ങൾ തിന്നാൽ വിശ്വാസം പോകുന്ന അവർക്ക് ഭയമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് അറിയാൻ മേലെങ്കിൽ അവരുടെ ബലഹീന മനസ്സാക്ഷി ഒന്ന് വായിക്കാവാനി 8:12-13. ഇങ്ങനെ സഹോദരന്മാരുടെ നേരെ പാപം ചെയ്ത് അവരുടെ ബലഹീന മനസ്സാക്ഷി ഇവിടെ ഞാൻ ചിലർ എന്നോട് പറയും, ചില പിള്ളേർ എന്നോട് വന്ന് ചോദിക്കും, ഞങ്ങൾ ജീൻസ് ഇടുന്നതിനകത്ത് എന്താ കുഴപ്പം, ഞങ്ങൾ വർഷിപ്പ് ടീമിൽ നിൽക്കുക, ഞങ്ങൾ സ്കിന്നീസ് ഇടുന്നതിനകത്ത് എന്നാ പ്രശ്നം? വാസ്തവത്തിൽ പ്രശ്നമില്ല. ഏത് വസ്ത്രത്തിന് എന്താ പ്രശ്നം? പക്ഷേ ബലഹീന മനസ്സാക്ഷി അല്ലേ, അവിടെ അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്. വീക്ക് കോൺഷ്യൻസ് ഉള്ളവർക്ക് അത് ബെയർ ചെയ്യാൻ മേല, അവരുടെ മോറൽ സ്റ്റാൻഡേർഡ്സ് വേറെയാണ്. അപ്പം ഞാൻ നിമിത്തം വേറൊരാൾക്ക് ഇടർച്ച എന്തുകൊണ്ട് വരുത്തണം? എവിടെയാണ് ഇടർച്ച വരുന്നത്? ബലഹീന മനസ്സാക്ഷിയുള്ളവർക്ക്. ഞാൻ സാധാരണ യാത്ര ചെയ്യുമ്പോൾ, പ്ലെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത്, എക്കണോമിക് ക്ലാസ് തൊട്ടടുത്തടുത്താണല്ലോ, അപ്പം സെർവ് ചെയ്യുമ്പോൾ ആദ്യം അവർ സെർവ് ചെയ്യുന്നത് ഹിന്ദു മീൽ, വെജിറ്റേറിയൻ മീൽ. പിന്നീടാണ് ഞങ്ങളുടെ ബാക്കിയുള്ളവരുടെ യാത്രക്കാർക്ക് വേണ്ടി വരുമ്പോൾ അവർ ചോദിക്കും വെജ് ഓർ നോൺ വെജ്. ഞാനൊരു ഒരു പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യാറുണ്ട് എപ്പോഴും. ഞാൻ തൊട്ടടുത്ത് ഹിന്ദു മീൽ കഴിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയും, ഞാൻ നോൺ വെജ് കഴിക്കുന്നത് നിങ്ങൾക്ക് ഉണ്ടാക്കുവാണെങ്കിൽ ഞാൻ വെജ് കഴിക്കാം, എന്നെ സംബന്ധിച്ചോളം ഞാൻ നിമിത്തം അവയ്ക്ക് ഒരു ഭാരമുണ്ടാകരുത്. അതുകൊണ്ടാണ് അവിടെ ഭക്ഷണ കാര്യം പറയുമ്പോൾ വിഗ്രഹാർപ്പിതം ഒന്നുമല്ലെന്ന് പറഞ്ഞ ശേഷം അവിടെ പറയുകയാണ് വേറൊരാൾക്കൊരു ഇടർച്ച. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളോട് ഞാൻ പറയും, നോക്ക്, യേശുവിൻ്റെ വിശ്വാസത്തിൽ അവർക്ക് ഇടർച്ച ഉണ്ടാക്കുവാണോ? നമുക്കത് വേണ്ടെന്നേ. കാര്യം നമുക്ക് യേശുവുമായിട്ടാണ് പ്രണയബന്ധം. ഒരാളുടെ യേശുവിൻ്റെ അടുക്കൽ വരണം. ഞാൻ നിമിത്തം ഒരാൾ ഇടർച്ച, അയാളുടെ മനസ്സാക്ഷിക്ക് ബലം വന്നിട്ടില്ല, അയാളുടെ മനസ്സാക്ഷിക്കകത്ത് ദൈവവചനം നിറഞ്ഞിട്ടില്ല, പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിൽ ശക്തന്മാരല്ല അവർ, ആദ്യത്തെ പടികൾ എടുക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് എൻ്റെ തൊട്ട് താഴെ വായിക്കുമ്പോൾ therefore if food makes my brother stumble, വായിച്ചേ, ആകയാൽ ആഹാരം എൻ്റെ സഹോദരന് ഇടർച്ചയായി തീരുമെങ്കിൽ എൻ്റെ സഹോദരന് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് ഞാൻ ഒരു നാളും മാംസം തിന്നുന്നില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ഇരിക്കുന്നവർക്ക് അത് ഇടർച്ച ഉണ്ടാക്കുവാണെങ്കിൽ ഞാൻ തിന്നത്തില്ല. അപ്പോൾ ഓരോ സൊസൈറ്റിയിൽ നമ്മൾ ചെല്ലുമ്പോൾ അവരുടെ അകത്തൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്, ഓരോ സോഷ്യൽ കാര്യങ്ങളുണ്ട്. അപ്പം നമ്മുടെ അകത്തൊക്കെ ചെറുപ്പം മുതലേ പല തെറ്റുകൾ പറഞ്ഞ് പഠിപ്പിച്ചത് കൊണ്ട് നമ്മുടെ മനസ്സിൽ പോലും ഭയമാവും. ഒരു കാര്യം, ദൈവം കോപിക്കുവോ, ദൈവത്തിന് കുഴപ്പമുണ്ടാകുമോ, അയ്യോ ഇത് ചെയ്തില്ലെങ്കിൽ കുഴപ്പമുണ്ടാകുമോ? നോക്ക്, ഈ കുഴപ്പം, ഭയം, കണ്ടംനേഷൻ, മറ്റുള്ളവർ നാണം കേട് ഉണ്ടാക്കരുത്. കുഞ്ഞുങ്ങളോട് നമ്മൾ പഠിച്ചില്ലെങ്കിൽ കുഴപ്പം, അവർ നോക്കി എന്താ സംഭവിക്കുന്നത്? അവരുടെ മനസ്സാക്ഷിക്കകത്ത് യു ആർ ഫീഡിങ് കണ്ടംനേഷൻ. അവരുടെ മനസ്സാക്ഷിക്കകത്ത് തിന്മ വരൂ. അവരുടെ മനസ്സാക്ഷി എന്ത് ചെയ്താലും ഭയത്തിൽ അവരെ കൊണ്ടുപോകുക. എന്നാൽ പ്രിയമുള്ളവരെ, ഒരിക്കലായി എന്നേക്കുമായി ഈ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കുവാൻ, ഈ മനസ്സാക്ഷി ദൈവത്തിൻ്റെ ക്ലാസ്സാക്കി മാറ്റുവാൻ സർവശക്തനായ ദൈവത്തിൻ്റെ സ്വന്തം പദ്ധതി എങ്ങനെയാണോ ഏദൻ തോട്ടത്തിൽ ആദ്യ മനുഷ്യനെ സൃഷ്ടിച്ചത് അതിലേക്ക് മടക്കി കൊണ്ടുപോകാനായിരുന്നു, ടു വാക്ക് വിത്ത് ഗോഡ്. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത് എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം, ബട്ട് ദ ഹോളി സ്പിരിറ്റ് ഓൾസോ വിറ്റ്നസിംഗ് ടു അസ് ആഫ്റ്റർ ഹി ഹാഡ് സെഡ് ബിഫോർ, ദിസ് ഈസ് ദ കവനന്റ് ദാറ്റ് ഐ വിൽ മേക്ക് ദം സേസ് ദ ലോർഡ്. വായിച്ചു. അത് പരിശുദ്ധാത്മാവ് നമ്മളോട് സാക്ഷ്യം പറയാണ്. ഈ കാലം അഥവാ യേശുവിന്റെ ക്രൂശീകരണത്തിന്റെ മുൻപേ നടക്കുന്ന കാലം, ഇതിന്റെ മുമ്പേ അത് കഴിഞ്ഞിട്ടുള്ള കാലം എന്തായിരിക്കും? വായിച്ചു.
ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ചെയ്യാനിരിക്കുന്ന നിയമം ഇങ്ങനെയായിരിക്കും. എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതുമെന്ന് കർത്താവിന്റെ അരുളപ്പാട് എന്ന് അരുളി ചെയ്തതിന് ശേഷം അവരുടെ പാപങ്ങളെയും അതിക്രമങ്ങളെയും ഞാൻ ഇനി ഓർക്കത്തില്ല എന്ന് പറയുമ്പോൾ, പാപമായിരുന്നു എപ്പോഴും. പാപം എന്ന് പറയുമ്പോൾ ജനിച്ചപ്പോൾ തന്നെ നമ്മൾ പാപത്തിലാണ് ജനിച്ചത്. ഒരു കൊച്ചു കുഞ്ഞിന് പാപം എന്താണെന്നറിയോ? ഒന്നും അറിയത്തില്ല. പക്ഷേ തൻ്റെ അകത്തുകൊണ്ട് അസൂയ. തൻ്റെ സ്വന്തം അമ്മ ആ കുഞ്ഞിനെ താഴെ വെച്ചിട്ട് വേറെ ഏതെങ്കിലും കുഞ്ഞിനെ എടുത്താൽ ഓടി വന്ന് അതിനെ വലിച്ചു കഴിച്ച് താഴെ വെക്കും. അതിൻ്റെ കളിപ്പാട്ടം ആരും കളിക്കാതെ മൂല കിടക്കുന്ന കളിപ്പാട്ടം, ഒരു കുഞ്ഞിൻ്റെ ഉപേക്ഷിച്ചിട്ടിരിക്കുന്ന കളിപ്പാട്ടം, അയലത്തെ കുഞ്ഞ് വന്ന് ആ കളിപ്പാട്ടം എങ്ങാനും എടുത്താൽ തല്ലി വലിച്ച് പറിച്ച് കൊലപാതകം. ആരാ ഇത് പഠിപ്പിച്ചേ? രക്തത്തിനകത്തുണ്ട്. മനസ്സാക്ഷിക്കകത്ത് തന്നെ ആ പാപമുള്ളത് കൊണ്ട് ദൈവം തീരുമാനിച്ചു, ഞാൻ തന്നെ ആ മനസ്സാക്ഷിയെ കഴുകുവാനായി ഒരു തീരുമാനം ഉണ്ടാക്കാം. അതുകൊണ്ടാണ് പഴയ നിയമകാലത്തിൽ ആണ്ടിൽ ഒരിക്കൽ അവർ യാഗവസ്തുവായി ആ ആടിൻ്റെ രക്തം കൊണ്ട് അവർ പോയി യാഗങ്ങൾ അർപ്പിക്കുമായിരുന്നു. യാഗങ്ങൾ അർപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവരുടെ മനസ്സാക്ഷിക്കകത്ത് ഒരു വർഷത്തേക്ക് അവർക്ക് ധൈര്യത്തോടെ ജീവിക്കാനായിട്ട് അവരുടെ ഗുണത്തിന് വേണ്ടി യാഗം അർപ്പിച്ചു. അവരുടെ മനസ്സാക്ഷിക്കകത്ത് ഒരു വർഷത്തേക്ക് ഞാൻ ചെയ്ത തെറ്റുകളെല്ലാം ദൈവം എന്നോട് ക്ഷമിച്ചു. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ പറയുന്നത്, ആ പാപത്തിൻ്റെ കോൺഷ്യൻസ് യാഗം, ഈ എല്ലാ വർഷവും അവർ യാഗം അർപ്പിച്ചുകൊണ്ടിരുന്ന യാഗം അവരുടെ മനസ്സാക്ഷിക്ക് പരിപൂർണ ശുദ്ധീകരണം കൊടുക്കുമായിരുന്നെങ്കിൽ പിന്നെയും പാപത്തിൻ്റെ കോൺഷ്യസ്. അതാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം 10:2 വായിക്കുന്നത്. ഒന്ന് വായിക്കാവോ? അല്ലെങ്കിൽ ആരാധനക്കാർക്ക് ഒരിക്കൽ ശുദ്ധി വന്നതിന് ശേഷം പാപത്തെ കുറിച്ചുള്ള മനോബോധം പിന്നെ ഇല്ലായതുകൊണ്ട് യാഗം കഴിക്കുന്നത് നിന്നു പോകത്തില്ലായിരുന്നു. പിന്നെ അവർ യാഗം കഴിക്കുന്നത് എന്തിനു വേണ്ടിയാ? ഇതിനകത്ത് എഴുതിയിരിക്കുകയാണ്, ഫോർ ഇഫ് ദ വർഷിപ്പേഴ്സ് വൺസ് പ്യൂരിഫൈഡ് would have no more consciousness of sin. അവർ കുറ്റക്കാരാണ്, അവർ നഗ്നരാണ്, അവർ കൊള്ളരുതാത്തവരാണ് എന്നുള്ള തോന്നൽ ഈ യാഗം എല്ലാ ആണ്ടിൽ അവർ യാഗം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ യാഗം കൊണ്ട് മനസാക്ഷി ക്ലീൻ ആകുമായിരുന്നെങ്കിലോ അവർക്ക് അസാമാന്യ ധൈര്യം വന്നായിരുന്നു. ആ ധൈര്യം അവർക്ക് വരുന്നില്ല. പിന്നെയും അവർക്ക് യാഗം കഴിപ്പിക്കാനായിട്ട് വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ രക്തം, ഇത് വീണ്ടും ഞാൻ ആവർത്തിച്ചു പറയാം, ഈ രക്തം യോഹന്നാൻ സ്നാപകൻ യേശുവിനെ വരുന്നപ്പോൾ പറഞ്ഞു, യോഹന്നാൻ്റെ സുവിശേഷം 1:29 ലോകത്തിൻ്റെ സകലരുടെയും, ലോകത്തിലെ 700 കോടി ജനത്തിനു വേണ്ടിയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തം ഒരു ആടായി ദൈവം തന്നെ ഒരുക്കിയിരിക്കുന്ന പാപമില്ലാത്ത കൂനമില്ലാത്ത ആട്. അതാണല്ലേ 1:29 വായിക്കപ്പെടുന്നു. ശ്രദ്ധിക്കുക. ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവം ഒരുക്കിയ കുഞ്ഞാട്. അതാണ് പരിശുദ്ധാത്മാവ്. എവിടെയായി ഈ വചനം മുഴുവൻ നമുക്ക് സാക്ഷ്യം പറയുന്നത്? റോമർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം ആദ്യത്തെ വാക്യം വായിച്ചിട്ട് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് മടങ്ങുക. എവിടെയാണ് പരിശുദ്ധാത്മാവ് സാക്ഷ്യം പറയുന്നത്? ദൈവവചനം നമ്മളോട് സാക്ഷ്യം പറയുന്നു പരിശുദ്ധാത്മാവ് എന്ന് നമ്മൾ വായിച്ചെങ്കിൽ, എവിടെയാണ് ഈ പരിശുദ്ധാത്മാവ് നമ്മളോട് സാക്ഷ്യം പറയുന്നത്? വായിച്ചേ. ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു. ഞാൻ പറയുന്നത് ഭോഷ്കല്ല. എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഞാൻ പറയുന്നത് ഭോഷ്കല്ല, പിന്നെ എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടവിടാതെ നോവുമുണ്ട് എന്ന് എന്റെ മനസ്സാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിൽ പരിശുദ്ധാത്മാവ് മനസ്സാക്ഷിയോട് സാക്ഷ്യം പറയുന്നത്. പരിശുദ്ധാത്മാവ് മനസ്സാക്ഷിയോട് ഇടപെടുന്നത്. ഇന്ന് ഞാൻ കർത്താവിൽ നടത്തപ്പെടുക എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സാക്ഷിയിൽ ദൈവവചനം നിറയ്ക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിന് സാക്ഷ്യം വഹിക്കും. പരിശുദ്ധാത്മാവ് ദൈവവചനത്തിന് ഉറപ്പ് യേശു നൽകും. കോൺഷ്യൻസിലാണ് ഹോളി സ്പിരിറ്റ് ആക്ട് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും ഈ വചനം വായിക്കുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, ഞാൻ ലോകരാജ്യങ്ങളിൽ പോകുമ്പോൾ സ്റ്റേഡിയങ്ങൾ നിറഞ്ഞ് ആൾക്കാർ യേശുവിനെ സ്വീകരിക്കുമ്പോൾ, വടക്കിന്ത്യയിൽ പോകുമ്പോൾ എൻ്റെ ആഗ്രഹം
ഞാനായിരിക്കുന്ന സ്ഥലത്ത് എല്ലാവരും ഈ യേശു തരുന്ന സ്വാതന്ത്ര്യം ഒന്ന് അനുഭവിക്കുമായിരുന്നെങ്കിൽ, ഈ യേശു സൗജന്യമായി തന്നിരിക്കുന്ന സൗജന്യമായി. അതുകൊണ്ടാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം മുതൽ വായിക്കപ്പെടുന്നു. ശ്രദ്ധിക്കുക. രണ്ടാമത്തേതിലോ ആണ്ടിൽ ഒരിക്കൽ മഹാപുരോഹിതൻ മാത്രം ചെല്ലും. മഹാപുരോഹിതൻ, പഴയ നിയമ സമാപന കൂടാരത്തിൽ മഹാപുരോഹിതൻ മാത്രം ചെല്ലും. രക്തം കൂടാതെയല്ല, അത് അവൻ തന്റെയും ജനത്തിന്റെയും അബദ്ധങ്ങൾക്ക് വേണ്ടി അർപ്പിക്കും. തന്റെ പാപത്തിന് വേണ്ടിയും ജനങ്ങളുടെ പാപത്തിന് വേണ്ടിയും കാളയും ആടിനെയും അർപ്പിച്ച് ആ രക്തവുമായിട്ട് അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്ന എൻ്റെ രക്തം എന്തിനാ? രക്തത്തിനകത്ത് ജീവനുള്ളത് കൊണ്ട്. ജീവൻ എന്തുകൊണ്ട് വേണം? കാര്യം ഇവരുടെ മനസാക്ഷി ജീവനില്ല, മരവിച്ചു പോയിരിക്കുന്നു. അതുകൊണ്ട് അവർ എന്തും ചെയ്യുന്നത്. നമ്മൾ കേൾക്കുന്ന വാർത്തകളൊക്കെ മനസാക്ഷി ഉള്ളവർ ചെയ്യുമോ? കുഞ്ഞുങ്ങൾ തമ്മിൽ കളിക്കുമ്പോൾ തമ്മിൽ കൊല്ലുക, ഒരു ചെറിയ വിഷയം വരുമ്പോൾ ആ മനസാക്ഷിക്കകത്ത് ഭയം വന്ന് ആത്മഹത്യ ചെയ്തേക്കുക, ഭീതി എല്ലാം വരുന്നത് എവിടെയാ? മനസാക്ഷിക്കകത്താണ്. ഇവിടെ അതിനു വേണ്ടി താൽക്കാലിക ജീവൻ, ഒരു വർഷത്തേക്ക് വേണ്ടിയായിരുന്നു നേർച്ച. എല്ലാ വർഷവും, അതാണ് നമ്മൾ നേരത്തെ വായിച്ചത്, ആ നേർച്ചയ്ക്ക് അവരെ ആ പാപത്തിൽ നിന്ന് പെർഫെക്റ്റ് ആക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ ആ നേർച്ച കാഴ്ചകളും നിന്നു പോകത്തില്ലേ? അപ്പോൾ അതിനകത്ത് പെർഫെക്ഷൻ ഇല്ല. ആണ്ടുതോറും ആ സമയമാകുമ്പോൾ അവരുടെ മനസ്സിനകത്ത് മനസാക്ഷി പറയും, ആണ്ട് നേർച്ചയുടെ സമയമായി ചെന്നോ. കാര്യമെന്താ? അവരുടെ അകത്ത് അവർ കഴിഞ്ഞ വർഷം കൊടുത്ത പണവും യാഗത്തിനും ഒരു തരത്തിലും പെർഫെക്ഷൻ അല്ലെങ്കിൽ ധൈര്യം അവർക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. വായിച്ചു 8-ാമത്തെ വാക്യം. കൂടാരം നിൽക്കുന്നിടത്തോളം, മൺകൂടാരം അഥവാ പഴയ ദേവാലയം നിൽക്കുന്നതോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടില്ല എന്ന്. വിശുദ്ധ മന്ദിരത്തിലേക്ക് അഥവാ അതിവിശുദ്ധ സ്ഥലത്ത് സർവശക്തനായ ദൈവം സാക്ഷാൽ ഇരിക്കുന്ന ദൈവം മനുഷ്യര കൈകളാൽ നിർമ്മിക്കപ്പെട്ട ഒരു സ്ഥലത്തുമല്ല ഇരിക്കുന്നത്. ഹി സിറ്റഡ് ഇൻ ദ മോസ്റ്റ് ഹോളി പ്ലേസ്. അവിടെ വരെ ഇവിടെ ഭൂമിയിൽ ഇങ്ങനെ ആരാധന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, യാഗങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ വഴി വെളിപ്പെട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് ഇതിനാൽ സൂചിപ്പിക്കുക. പരിശുദ്ധാത്മാവ് ഇത് മുഴുവൻ സാക്ഷീകരിക്കുന്നത്. അപ്പം നേരത്തെ നമുക്ക് സിൻ കോൺഷ്യസ്നെസ്, ചിലർ പറയത്തില്ലേ നമുക്ക് തെറ്റ് ചെയ്യുമ്പോൾ ദൈവം നമ്മളെ കയറി പിടിക്കുന്നതിനോ, അത് കോൺഷ്യൻസിനകത്താണ്. പരിശുദ്ധാത്മാവ് നമ്മളെ കൺവിക്റ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ നീ ചെയ്തത് തെറ്റാന്ന് ബോധ്യപ്പെടുത്തും. പരിശുദ്ധാത്മാവ് ഒരിക്കലും ഇനി കോപം വരും, പേടിപ്പിക്കത്തില്ല, തകർത്ത് കളയും, നശിപ്പിക്കും എന്നൊന്നും പറയത്തില്ല. പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ സർവശക്തനായ ദൈവത്തിൻ്റെ പദ്ധതികൾ മുഴുവൻ സ്നേഹത്തിലാണ്. അതുകൊണ്ടാണ് മാനസാന്തരം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ പറയുന്നത്, ഞാൻ എന്തുകൊണ്ട് നിങ്ങളെ ശിക്ഷിക്കണം? ശിക്ഷിക്കും തോറും നിങ്ങളുടെ ഹൃദയം കഠിനപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ. അതല്ലേ ദൈവകോപം വരും, നീ തകർന്നു പോകുന്ന ആരോടെങ്കിലും പറഞ്ഞാൽ ഉടനെ അയാൾ പറയുന്നത് ഏതായാലും തകരാൻ പോവാ, എന്നാൽ കുറച്ചുകൂടെ വഷളായേക്കാം. അല്ല, ഒരു വലിയ സാധ്യത. ദൈവത്തിൻ്റെ പോലെ സമാധാനം, സ്വസ്ഥത, മഹാസന്തോഷം, അതാ ദൈവരാജ്യം. സ്വർഗസ്നായ എൻ്റെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, സ്വർഗത്തിലെ പോലെ തന്നെ ഭൂമിയിൽ എന്ന് പറയുന്ന രാജ്യം യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ അകത്ത് വരുക. അതുകൊണ്ട് വചനം പറയുന്ന ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷം. പ്രിയമുള്ളവരെ, ആ ധൈര്യമുള്ള, കോൺഫിഡൻസ് ഉള്ള അതുകൊണ്ടാണ് നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ പറയുന്നത് ദെയർ ഈസ് എ കോൺഫിഡൻസ് ഇൻ ഇറ്റ്. ധൈര്യം, വിശ്വാസം വരുന്നത് മുഴുവൻ ആ മനസാക്ഷി ക്ലീൻ ആകുമ്പോൾ. അതുകൊണ്ടാണ് അവർ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് വേദപുസ്തകം തുടർന്ന് വായിക്കാം. വായിച്ചേ. ആ കൂടാരം ഈ കാലത്തേക്ക് ഒരു സാദൃശ്യമത്രേ. സാദൃശ്യമാർക്ക് അതിനൊത്തവണ്ണം ആരാധനക്കാരന് മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത ആരാധനക്കാർക്ക് മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇനിയും യാഗം അർപ്പിക്കണ്ട, ഇനിയും എനിക്ക് നേർച്ച കാഴ്ച ഇല്ല, എനിക്ക് ഇനിയും ആർക്കും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല, ആ ദൈവം കൈക്കൂലി വാങ്ങിക്കുന്നവനല്ല. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നത് ദൈവം മനുഷ്യനല്ല നമ്മുടെ കയ്യിൽ നിന്നും ഒരു നേർച്ച വാങ്ങിക്കാൻ. ദൈവം മാനുഷികമായ നിലയിലാണ് നമ്മൾ ഇതെല്ലാം നോക്കുന്നത്. ദൈവം എന്നെ കൈക്കൂലി വാങ്ങിക്കൂ, ഇത്രയും രൂപ തന്നാൽ ഞാൻ ഇത് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ പാവപ്പെട്ടവർക്ക് ദൈവം ഇല്ലാതായി പോവും, പണമില്ലാത്തവന് ദൈവം ഇല്ലാതായി പോവും. ദൈവം ഹൃദയങ്ങളെയാണ് നോക്കുന്നത്. പ്രിയമുള്ളവരെ, മനസ്സാക്ഷി,
അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഒന്നുകൂടെ ആ ഭാഗം 9-ാമത്തെ വാക്യം വായിക്കുകയാണ്. എബ്രായർക്ക് ലേഖനം 9-ാം അധ്യായം 9-ാമത്തെ വാക്യം വായിക്കുന്നത്. ആ കൂടാരം ഈ കാലത്തേക്ക് ഒരു സാദൃശ്യമത്രേ. ഈ കാലത്തെ അസാദൃശ്യമാ, നിഴലായിരുന്നു. അതിനൊത്തവണ്ണം ആരാധനക്കാരന് മനസാക്ഷിയിൽ മനസാക്ഷിക്ക് പൂർണ്ണ സമാധാനം വരുത്തുവാൻ അത് ഒരിക്കലും കഴിയത്തില്ലായിരുന്നു. കഴിയാത്ത വഴിപാടും യാഗവും അർപ്പിച്ചു പോരുന്നു. കഴിയാത്ത വഴിപാടും യാഗങ്ങളും നേർച്ചകളും ഒക്കെ കഴിച്ചു പോരുന്നു. ഭക്ഷ്യങ്ങൾ പാനീയങ്ങൾ വിവിധ സ്നാനങ്ങൾ എന്നിവയോടുകൂടി കൂടെ ഗുണീകരണ കാലത്തോളം ചുമത്തിയിരുന്ന ജഡിക നിയമങ്ങൾ അത്ര. അതൊക്കെ ജഡത്തിന് എന്ന് വെച്ചാൽ മനസ്സിനൊരു സുഖം, മനസാക്ഷിക്കൊരു ഗുണമില്ല. മനസ്സിനൊരു ഗുണം ഉണ്ടായിരുന്നു. താൽക്കാലമായി ഒരു കുളിക്കുമ്പോൾ നമുക്ക് വൃത്തിയായെന്നുള്ളൊരു തോന്നൽ പോലെ. എന്നാൽ തൊട്ട് താഴ്ത്ത് വായിക്കാം. ക്രിസ്തുവോ വരുവാനിരിക്കുന്ന നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിലേക്ക് ആട്ടുകൊറ്റന്മാരുടെയും മഹാപുരോഹിതൻ പഴയ നിയമത്തിൽ ആട്ടുകൊറ്റന്മാരുടെയും തനിക്ക് വേണ്ടി പശുക്കിടാവിന്റെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ യേശു സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായി വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ചു. എന്നേക്കുമുള്ള വീണ്ടെടുപ്പ്, ഒരു പരമയാഗം, എന്നേക്കുമായി യാഗങ്ങളുടെ അവസാനം, നേർച്ചകളുടെ അവസാനം മനസാക്ഷിയെ ശുദ്ധീകരിക്കുക. അതാണ് തൊട്ട് താഴെ നമ്മൾ വായിക്കുമ്പോൾ വായിച്ചു. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും പുരോഹിതന്മാർ തനിക്ക് ജനങ്ങൾക്ക് വേണ്ടി ആടിന്റെ രക്തവും സ്വന്തം പാപത്തിന് വേണ്ടി കാളക്കിടാക്കളുടെ രക്തം കൊണ്ട് അവര് അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ചു. മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡിക ശുദ്ധി വരുത്തുന്നുവെങ്കിൽ അവർക്കൊരു സമാധാനം വരുത്തും. നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ എവിടെയാ നോക്കിക്കേ, നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവർത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും. നോക്ക്, ലോകത്തിൽ വേറെ ഒന്നിനും നമ്മുടെ യാഗങ്ങൾക്ക് ഒന്നിനും ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ എത്താൻ പറ്റാത്തൊരു മേഖലയാ മനസാക്ഷി. അവിടെയാണ് യേശുവിൻ്റെ രക്തം നമ്മളെ മനസാക്ഷിയെ കഴുകി ശുദ്ധീകരിച്ചിരിക്കുന്നത്. എന്തിന്? നിർജീവ പ്രവൃത്തി വീണ്ടും ചെയ്യാതിരിപ്പാൻ. പിന്നെ ഭയം പൂർണ്ണമായി മാറിക്കഴിഞ്ഞിരിക്കുക. കാരണം എന്താ? ദൈവം എനിക്ക് അനുകൂലമായി. അത് ആ ചിന്ത എവിടുന്നാ വരുന്നത്? മനസാക്ഷിയിൽ നിന്ന്. അതുകൊണ്ടാണ് ഈ 10-ാം അധ്യായത്തിൽ പറയുന്നത്, അങ്ങനെ ഒരിക്കലായി എന്നേക്കുമായി ഒരു യാഗം അർപ്പിച്ചു, ഇനിയൊരു പാപത്തിന്റെ ബോധം വരുന്നില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് വായിക്കുന്നത്. 19-ാമത്തെ വാക്യം വായിക്കപ്പെടുന്നു. ശ്രദ്ധിക്കുക. 18 മുതൽ വായിച്ചു. എന്നാൽ ഇവയുടെ മോചനം ഉള്ളിടത്ത്, പാപത്തിന്റെ മോചനം ഉള്ളിടത്ത് ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. ഒരൊറ്റ യാഗത്താൽ, യേശു ക്രിസ്തുവിന്റെ യാഗത്താൽ മനസാക്ഷിയെ ദൈവം എന്നേക്കുമായി മനസാക്ഷിയെ ക്ലീനാക്കി. വായിക്കപ്പെടുന്നു. ശ്രദ്ധിക്കുക. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശീല ചീന്തി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും
ദൈവാലയത്തിന്മേൽ ഒരു പുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് നാം നമ്മൾ മനസാക്ഷി നീങ്ങമാർ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവർ രക്തം തളിക്കപ്പെട്ടവരും യേശുവിന്റെ രക്തത്താൽ മനസാക്ഷി കഴുകൽ പ്രാപിച്ചവരാ. ആ മനസാക്ഷി ദുർമനസാക്ഷി മാറി തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ വചനം എന്ന വെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയം വീണ്ടും മനസാക്ഷി പരമാർത്ഥ മനസാക്ഷിയോടെ അടുത്ത് ചെല്ലുക. നോക്ക്, മനസാക്ഷി ശുദ്ധീകരിച്ചു. എനിക്കൊരു മഹാപുരോഹിതനുണ്ട്. ആ ഉറപ്പ് ധൈര്യം എനിക്ക് വന്നിരിക്കുക. എനിക്ക് ഏത് ഭാരപ്പെട്ട വിഷയമാണേലും എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം പറയാ, തത്സമയത്തെ സഹായത്തിനും കരുണ ലഭിക്കേണ്ടതിനും ധൈര്യത്തോടെ കയറിവ. കാര്യം എന്താ? തൻ്റെ ദേഹം എന്ന തിരശീല കീറി, തൻ്റെ ശരീരം എന്ന തിരശീല, തൻ്റെ ശരീരത്തിൽ ആ രക്തം പൊഴിഞ്ഞതോടെ എൻ്റെ മനസാക്ഷി മുഴുവൻ കഴുകി. ആ ധൈര്യം പ്രിയമുള്ളവരെ, ആ ധൈര്യമാണ് രക്ഷിക്കപ്പെട്ടവനുള്ളത്. ഭയമില്ല. ദൈവം എനിക്ക് അനുകൂലമാണ്. എൻ്റെ ആവശ്യത്തിന് അവിടെ ചെല്ലാം. എൻ്റെ പാപത്തിൻ്റെ കണക്ക് വെക്കത്തില്ല. അതാ തൊട്ട് മുകളിൽ 17-ാം വാക്യത്തിൽ പറയുന്ന, അവരുടെ പാപങ്ങളുടെ ഓർമ്മ ഒരിക്കലും ഞാൻ ഇനി ഓർക്കത്തു പോലും ഇല്ലാത്ത വിധം അതിനെ ഞാൻ അകറ്റിക്കളഞ്ഞു.